അപ്പോൾ നമ്മൾ ആരും തന്നെ ഇൻകൺസിസ്റ്റന്റ് അല്ല, നേരെ മറിച്ച് നമ്മളെല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള 15 മണിക്കൂർ തട്ടിയെടുക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ എര മാത്രമാണ്. ഞാൻ എൻ്റെ വർക്ക് എൻവയോൺമെന്റ് റെഡിയാക്കിയ സമയത്ത് ഞാൻ കൂടുതൽ കൺസിസ്റ്റന്റ് ആകാനായിട്ട് തുടങ്ങി. സോ ഒരു സ്റ്റഡിയിൽ ഡോക്ടർ അവരുടെ ഹോസ്പിറ്റലിലുള്ള വാട്ടർ സെയിൽസ് 25.8% ഇമ്പ്രൂവ് ചെയ്യിച്ചു, ഒരു വാക്ക് പോലും ഉണ്ടാതെ. ഇത് കണ്ടിട്ട് ഇവർ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അവരുടെ കഫറ്റീരിയയുടെ അടുത്തുള്ള റെഫ്രിജറേറ്റേഴ്സിൽ കൂടുതൽ വെള്ളം വെക്കാനായിട്ട് തുടങ്ങി. മുമ്പ് ഇതിൽ സോഡ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2, അവരുടെ എല്ലാ ഫുഡ് സ്റ്റേഷൻസിലും വാട്ടർ ബാസ്ക്കറ്റ്സ് വെക്കാൻ തുടങ്ങി. അങ്ങനെ 3 മാസത്തിനുള്ളിൽ അവരുടെ വാട്ടർ സെയിൽസ് 25.8% കൂടുകയും സോഡ സെയിൽസ് 11.4% കുറയാനായിട്ട് തുടങ്ങി. ഇതിനാണ് ചോയ്സ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് എൻവയോൺമെന്റ് നമ്മളെ ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 92% ഫെയിൽ ആവാനായിട്ടാണ് ചാൻസ്. നേരെ മറിച്ച് നമ്മുടെ വർക്ക് എൻവയോൺമെന്റിനെ നമുക്ക് ചെറിയ രീതിക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് ടൈനി വിൻ സിസ്റ്റംസ് നമ്മളെ സഹായിക്കും. ഇവിടെ നമ്മൾ ഇന്റൻസിറ്റിക്കല്ല എയിം ചെയ്യേണ്ടത്, നേരെ മറിച്ച് ആ ഒരു ടാസ്ക് എങ്ങനെ തുടങ്ങാമെന്നുള്ളതിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വേസ്റ്റ് ഡേയ്സിൽ നമ്മൾ 2 മണിക്കൂർ വർക്കൗട്ട് സെഷൻ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. നേരെ മറിച്ച് 10 പുഷപ്സോ അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുമായിട്ട് പ്ലാൻ ചെയ്യാം. അതിനുശേഷം ഈ ടൈനി വിൻസിനെ എങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ക്ലബ് ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലാപ്ടോപ്പ് തുറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസ് സ്ട്രഗിൾസിനെ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് റീഡിസൈൻ ചെയ്താൽ. അപ്പോൾ നിങ്ങളുടെ ടൈനി വിൻ സ്ട്രാറ്റജി കമന്റ്സിൽ പറയാം.